سيدنا ومولانا محمد. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമർ-റഹീമീനായ റബ്ബേ, നാം ചെയ്ത ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ നീ കബൂലാക്കണം റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളായ ഇബാദത്തുകളിൽ ഞങ്ങൾ നീ പെടുത്തിത്തരണം റഹ്മാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയ മഹത്വമായി കൊടുത്തെനിക്കെത്ത തിങ്കളാണ്. റമദാൻ തിങ്കൾ ആഖിറത്തുള്ള ഒരു ട്രെയിനിങ്ങാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ദുനിയാവും ആഖിറത്തുമുള്ള കൃഷിസ്ഥലമാണ്. ആഖിറത്തുവിനായ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുകയാണ് ഈ ദുനിയാവ് അള്ളാഹു നിങ്ങളെ കടത്തിലെ. അത് ചിലപ്പോൾ ചുരുങ്ങിയ ആയുസായിട്ടിരിക്കൂ, വലിയ ആയുസായിട്ടിരിക്കൂ. ആയുസ് കിട്ടുന്നതല്ല വിഷയം. ആ ആയുസ്സിൽ ഒരു മനുഷ്യൻ യന്ത്രസ്വറാക്കിയ യന്ത്ര പ്രവർത്തനങ്ങളാക്കിയ അവിടെയാണ് അതൊക്കെയാണ് മഹത്വമുള്ളത്. ചെറിയ ആയുസ് കിട്ടിയിട്ട് വലിയ സൽക്കർമ്മങ്ങളാക്കിയ ആൾമാരുള്ള ദുനിയാവിൽ ഒരിക്കലും മറക്കുകയാവാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെനിക്കൊക്കെ എത്രമോ ആൾമാർ മരിച്ചുപോയതാണ്. ചെറിയ ചെറിയ ആയുസ് മാത്രമാണ്. അപ്പോൾ ഒരാൾ എത്രമോ വർഷം ജീവിക്കണമെന്നുള്ളതല്ല വിഷയം. അങ്ങനെ ജീവിക്കണമെങ്കിൽ എത്രമോ മൃഗ പക്ഷികളോ, പക്ഷെ അതിൻ്റെ ലൈഫ് കൊണ്ട് പിൽക്കാലക്കാർക്ക് ഒരു ലാഭമായ എന്തും ഇല്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വെറും 54 വർഷമാണ് ജീവിച്ചത്. 54 വർഷം ജീവിച്ചെങ്കിലത്തെ ഷാഫിഈ ഇമാം ഇന്തും ജീവിച്ചിട്ടുള്ള പോലെ ഒരിക്കലും വഫാത്താവാത്ത, മരിക്കാത്ത പോലെ 1000 ചില്ലാറ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിജറ 1447 ആയെങ്കിൽ ഷാഫിഈ ഇമാം വഫാത്താവുടെ ഹിജറ 240 1200 ചില്ലാറ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷാഫിഈ ഇമാമുടെ കൊണ്ട് ജീവിച്ചത് വെറും 54 വർഷമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിച്ചത് 45 വർഷമാണ്. വഫാത്തായിട്ട് 800ഓളം വർഷമായെങ്കിൽ വീണ്ടും ഹയാത്തുള്ള പോലെ. അപ്പോൾ അവിടെയാണ് ഒരു മനുഷ്യർക്ക് കുറേ ആയുസ് കിട്ടുക, കുറച്ച് ആയുസ് കിട്ടാണ്ടല്ല. ആ ആയുസ്സിലുള്ള അവൻ എന്തിനാ സമ്പാദിച്ച അവനക്ക് ഉപകാരമുള്ളത്, സമുദായത്തിന് ഉപകാരമുള്ളത്, അവൻ മരിച്ചെങ്കിലും അവൻ്റെ നെനപ്പ് നിലനിർത്തലേക്കേണ്ട പണികൾ എന്തിനാക്കിയാണ്. അവിടെയാണ് ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. അതേസമയത്ത് ഒരാൾക്ക് നീണ്ട ആയുസ് കിട്ടിയിട്ട് വിചാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും, ആൽമാരെ കൂട്ടത്തിൽ ഖൈറായ ആരും കേട്ടെങ്കിൽ മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഒരാളാണ്, അയാൾ ആയുസ് ഇങ്ങനെ നീണ്ടു, ജമ്മ ആയുസായാലും കിട്ടിയിട്ട്, പക്ഷെ ആയുസ് കിട്ടിയത് മാത്രമല്ല അപ്പുറത്തൊരു കണ്ടീഷൻ ഉണ്ടോ, ഹസുന അമലുഹു, അമലും നല്ല ഇത്തുണ്ട്. അപ്പം നീണ്ട ആയുസിന്റെ ഇടക്ക് നല്ല അമൽ ആക്കുകയിട്ടുണ്ട്, അയാൾ ഹൈറായ ആളാണ്. അതേസമയത്ത് ഒരാൾക്ക് 100 വർഷം കിട്ടിയിട്ട് പക്ഷെ ഒരു ഹൈറും ആക്കിയില്ല, ഷർറാണ്. ആൾമാർ കൊതിച്ചുകൊണ്ടുള്ള ഉണർക്ക മരിച്ചു കഴിഞ്ഞ് മെയ്യാവാത്തുണ്ടെങ്കിൽ അവൻ ഹൈറായ ആളല്ല, ഷർറായ ആളാവളാണ്. ഇക്കട്ട് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ്സിൽ എത്ര ആയുസ്സുണ്ടോ ചൊല്ലോ സാധ്യയില്ല. ആ ഉള്ള ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ, നല്ല നല്ല പണികൾ അധികരിപ്പിക്കുക. അതും പരിശുദ്ധ റമളാൻ അതുക്ക് വേണമായിട്ട് മാത്രമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് തന്നതാണ്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടായി ചെല്ല്, അള്ളാഹു രാത്രിയിലും പകലിലും കുറേ സമയങ്ങളെ തെരഞ്ഞെടുത്താണ്. അതിൽ 5 വക്ത് നിസ്കാരമുണ്ട്. അത് നല്ലതാണ്. അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്വലാ. ഒരു മനുഷ്യൻ അവൻ്റെ തടി കൊണ്ട് എടുക്കുന്ന ഇബാദത്തിൽ ഏറ്റവും മഹത്വമുള്ളത് നിസ്കാരമാണ്. അവൻ നിസ്കാരത്തെ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് ജുമുഅ, യൗമുൽ ജുമുഅ. അത് ഏറ്റവും നല്ലതാണ്. ജുമുഅ നാളിൻ്റെ പോലെ നല്ല നാൾ വേറെ ഇല്ലേ ഇല്ല. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ച നാളിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏതിൽ കേട്ടെങ്കിൽ ജുമുഅ നാളാണ്. പിന്നെ ജുമുഅ നാളും ചെല്ലത് നല്ലതാണ്, ഇബാദത്തുകനായിട്ട് സീമിതാക്കുക. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജുമുഅ നാളിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആക്കില്ല. എന്തേ ചൊന്നെങ്കിൽ അത് ഇബാദത്തുക്ക് വേനായി സീമിതാക്കണ എനിക്കത്തെ തിങ്കളാണ്. മുഹറം 10 ചിലപ്പോൾ ആക്കില്ല.
അതെന്തേ? അത് നോമ്പ് നോക്കണായ ടൈമാണ്. ഇബാദത്തിന്റെ ടൈമിൽ ഇങ്ങനെ തിന്നോണ്ടിരിക്കുകയില്ലല്ലോ. അല്ലാണ്ട് അത് നാൽവടക്കായത് കൊണ്ടല്ല. ഇനി ഒരാൾ മാറും 10 ഉള്ളിൽ എത്രമോ ആക്കിയാൽ വേദിക്കാം, അതുകൊണ്ട് അവക്കൊലാക്കിയ അല്ലെങ്കിൽ ബാക്കി എന്തോ കാര്യങ്ങൾ ആക്കിയെങ്കിൽ അതുകൊണ്ട് ആപത്തെന്തോ പറയില്ല. കാരണം അത് നല്ല നിങ്ങളാണ്. ഒരാൾ കണ്ടോട്ടി കേട്ടില്ല അങ്ങടി വെക്കണം, വെള്ളിയാഴ്ചമേ ടൈമുള്ളേ, വെള്ളിയാഴ്ച തീരാൻ ചൊന്നറാറ് ഞാൻ ചൊന്ന ഹൈറു യൗമിൻ ത്വലാഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതിനായിട്ട് വലിയ ഒരാളില്ലേ. സൂര്യൻ ഉദിച്ച നാളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ നാളാണ് യൗമുൽ ജുമുഅ. അപ്പോൾ ഇന്നലെ ഒരാൾ കേട്ടിട്ടുണ്ട് അയാൾ ഇണ്ട് ലാസ്റ്റ് ടൈം ആവാൻ ചെല്ലട്ട ഇണ്ട് വെള്ളിയാഴ്ച ചെല്ലമാണ്. സൂര്യൻ ഉദിച്ച നാളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ നാള് വെള്ളിയാഴ്ചയാണ്. അപ്പൊ എന്താണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കപ്പെട്ടത്. അപ്പോൾ ഓരോ നാളിന്റെ അള്ളാഹു തിരഞ്ഞെടുക്കുക ജുമുഅ വലിയ മഹത്വമുള്ളതാണ്. അതുപോലെ 12 തിങ്കളിൽ അള്ളാഹു തിരഞ്ഞെടുത്ത തിങ്കളാണ് ഷഹ്റു റമദാൻ ചൊല്ലിക്കത്തെ ഈ തിങ്കൾ. റമദാൻ തിങ്ങൾക്ക് അത്രയും വലിയ മഹത്വമുണ്ട്. രാത്രികളെ അള്ളാഹു കുറെ തിരഞ്ഞെടുത്ത അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ജാവു, അതുപോലെ റജബ് 1 ജാവു, അതുപോലെ ശഅബാൻ 15 ജാവു, ചെറിയ പെരുന്നാളിൻ്റെ ജാവു, വലിയ പെരുന്നാളിൻ്റെ ജാവു. ഈ 5 ജാവു ഒരാൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടാണ് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഴിപാട്. അതുപോലത്തെ ജാവാണ് റമദാന്റെ എല്ലാ ജാവും. അതിലേറ്റവും പവറുള്ള ജാവാണ് ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ. അപ്പോൾ എല്ലാ നാളും എല്ലാ ജാഗയും എല്ലാ സ്ഥലവും എല്ലാം ഒരുപോലെയല്ല, ഓരോന്നും ഓരോരാട്ടി വലിയ മഹത്വങ്ങളുണ്ട്. അതുപോലെ സ്ഥലങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്ത ഏറ്റവും ഹൈറായ സ്ഥലമാണ് അൽ മസാജിദ്. പള്ളി ചൊല്ലത് നല്ല ജാഗയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും ഖൈറു ഏറ്റവും ഹൈറായ അള്ളാഹുടെ ഭൂമിയിൽ ഹൈറായ ജാഗയേതെന്ന് കേട്ടെങ്കിൽ മസ്ജിദാണ്. ഷർറായ ജാഗയേതെന്ന് കേട്ടെങ്കിൽ അസ്വാഖാണ്. അസ്വാഖിൻ്റെ എന്തെങ്കിലും ടൗണോ മാർക്കറ്റ് അഥവാ അവിടെ അനാവശ്യങ്ങൾ നടക്കുന്നത്, മോശമായ സംസാരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ആവശ്യമില്ലെങ്കിൽ മാത്രം ടൗണിൽ പോവാം, ആവശ്യമില്ലെങ്കിൽ മാത്രം മാർക്കറ്റ് പോവാം. പോകണ്ടാണ്ടല്ല, അവിടെ കച്ചവടക്കാർ ആൾമാരുള്ളതാണ്, അകത്യാണ്, അവിടെ വേണം. അതേ സമയത്ത് പുറത്തൊരു അവിടേക്ക് പോയെങ്കിൽ അവിടെ നല്ല വിഷയങ്ങൾ നടക്കില്ല. 4 ആൾമാർ കൂടിയവിടെ പിന്നെ എന്തെങ്കിലും വിഷയമാണ് മുണ്ടോ. പള്ളി അങ്ങനെ ആവുകയില്ല. പള്ളി ഏറ്റവും ഹൈറായ ജാഗയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്. റമദാന്റെ ಬಗ್ಗೆ ചെന്നത് സയ്യിദു ശുഹൂർ തിങ്ങളുടെ നേതാവാണ്. അപ്പോൾ ഈ റമദാൻ ചൊല്ലുന്നത് ആഖിറത്ത് റെഡിയാവുള്ളതാണ്, തയ്യാറാവുള്ളതാണ്. എന്തെങ്കിലും കേട്ടെങ്കിൽ ഒരു മനുഷ്യരെ ഒറിജിനൽ ലൈഫ് ബതുക്കൂ എവിടെയാണ് കേട്ടെങ്കിൽ അത് മൗത്താണ്. മരണത്തിലൂടെയാണ് ഹയാത്ത് തുടങ്ങുന്നത്. മൗത്തിനെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുള്ള ഹയാത്ത് എന്താണ്? അതെങ്ങനെ നിങ്ങൾ കേൾക്കുക? മൗത്തും ചെന്നെങ്കിൽ ഇല്ലാണ്ട് അവിടെ അല്ലേ നീങ്ങളെ അതൊക്കെ മൗത്തും ചൊന്നെങ്കിൽ ഇല്ലാണ്ട് അവിടെ അല്ല. യഥാർത്ഥത്തിലുള്ള ലൈഫ് ഉണ്ടാവുകയാണ് മൗത്തിലൂടെ. അയക്കാണ് സാധാരണ അറബിയിൽ ചൊല്ലുന്ന ഒരാൾ മരിച്ചെങ്കിൽ ഇൻതഖലാണ്ടാ ചൊല്ലുക. ഇൻതഖല ഫുലാനുൻ ഇലാ റഹ്മത്തില്ലാ. അയാൾ നീങ്ങിയാണ്ട ഒരു പക്കത്ത് പിന്നൊരു പക്കത്ത് നീങ്ങ മാത്രമാണ്. അയാൾ ഇല്ലാണ്ടായിട്ടില്ല, മൗത്തിലൂടെ ഇല്ലാണ്ടായതല്ല. ഒറിജിനൽ ഉന്മ ഉജൂദ് ഉണ്ടാവൽ തുടങ്ങുന്നതാണ് മൗത്തിലൂടെ. ഖുർആൻ ചൊല്ലുന്നു തബാറക സൂറത്ത് നമ്മോദ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിനെ ಬಗ್ಗೆ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ആരാണ്? അവൻ ഖലഖൽ മൗത വൽ ഹയാത്താണ്. മൗത്ര അവൻ പഠിച്ചാണ് ഫസ്റ്റ് ചെന്ന്, പിന്നെ ചൊന്നത് വൽ ഹയാത്ത ഹയാത്തര പഠിച്ചാണ്. അപ്പോൾ ഞങ്ങൾ കേൾക്കും ഹയാത്തല്ലേ ഫസ്റ്റ്, പിന്നല്ലേ മൗത്ത് പണ്ടേ. അപ്പോൾ ഈ ഹയാത്ത് ഒരു ബലമേ ഇല്ലാത്ത പോലെയാണ്, പരിഗണനമേ ഇല്ല. കാരണം അടുത്ത സെക്കൻഡിൽ അസ്തമിച്ചു പോകേണ്ടതാണ് ഈ ഹയാത്ത്. അതുകൊണ്ട് അള്ളാഹു ഈ ഹയാത്തിന് 2ാം സ്ഥാനമാണ് കൊടുത്തുകൊണ്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത ഫസ്റ്റ് ചെന്നുകൊണ്ടുള്ള മൗത്ത് അവൻ പഠിച്ചാൽ ആ മൗത്താണ് ഒറിജിനൽ ഹയാത്ത്. യഥാർത്ഥത്തിലുള്ള ഹയാത്ത് മൗത്താണ്. അപ്പോൾ ആ ഹയാത്തിന് വേണമായിട്ടാണ് ഈ ചെന്നൈക്കത്തെ ലൈഫിൽ ഒരു മോമിനായ ആൾ പണിയെടുക്കണായ. മൗത്തും ചൊല്ലത് യഥാർത്ഥത്തിലുള്ള ഹയാത്താണ്. ഒരു മനുഷ്യൻ ഉമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന അത് വളരെ ഇക്കട്ട് പിടിച്ചെങ്കിലത്തെ ഒരു ലോകമാണ്. ആ ലോകത്തേക്കുമ്പോൾ വിചാരിച്ചിട്ട് അതേ വെൽതുണ്ടാണ്. അവിടെ പോയിട്ട് ഒരാൾ ചെത്തുൽ പേരിക്ക ഇതിനാട്ടി വലിയൊരു ലോകം ഇനി പറവുണ്ടു, അവിടെ അതുണ്ട് ഇതുണ്ടു ചെന്ന അപ്പം നമ്പാൽ ഇതേ വലിയ ലോകാണ് പേര്. പക്ഷെ ഉമ്മയുടെ ഭയത്തിനെ തൊട്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതൊരു പ്രവിശാലമായ ലോകമാണ്. ഇക്കട്ടായ ലോകത്തിൽ നിന്ന് വിശാലമായ ലോകത്തിൽ മനുഷ്യൻ വന്ന ഇനിയോ
അവൻ വിചാരിച്ചത് ഇതേ വിശാലമായ ലോകമാണ്. അല്ല, ഇനി ഇതിനാട്ടി അപ്പുറത്തെ ഔസആയ വളരെ പ്രവിശാലമായ ഒരു ലോകത്തിലാണ് മനുഷ്യൻ പോകേണ്ട മൗത്തിലൂടെ. അപ്പം വിചാരിക്കട ഞാൻ ഇന്നത് അത് വളരെ ഇക്കട്ടായ ലോകമാണ്, ഉമ്മയുടെ ഭയത്ര പോലെ അവർക്ക് തോന്നുന്നുണ്ടാണ്. ഏത് ഇത്രയും വിശാലമായ ദുനിയാവും മരിച്ചൽ പിന്നെ അവർക്ക് തോന്നുന്നത് ആ ദുനിയാവും ഉമ്മയുടെ ഭയത്ര പോലെ ഇത്രമേ ചെറിയ കപ്പയുടെ പോലെ സാധാരണ ചെല്ലല്ല കപ്പ ക്യാൻസർ ഉൾക്കൊള്ളേക്കെട്ട കപ്പ വിചാരിക്കുന്നത് ഇതേ വലിയ ലോകാക്കാം, ഇതിനാട്ടി അപ്പുറത്തെ ലോകമേ ഇല്ല. ഒരു പക്ക യാത്ര പോകത്ത മുമ്പ് വിചാരിക്കണം അങ്ങനെ നല്ലതേ വലിയ ലോകമാണ്, നന്റെ റായമേ ചിക്മംഗ്ലൂരെ ഭയങ്കരമാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. പക്ഷെ യാത്ര പോയി നോക്കുമ്പോൾ ഇതിനെന്തോ അല്ല ഉറപ്പ്, ഇതിനാട്ടി അപ്പുറത്ത് എന്തെല്ലാം ഉണ്ടു, അതിനാട്ടി അപ്പുറം പോകുമ്പോൾ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ ഉൾക്കൊള്ള കപ്പ പുറത്തു വന്നിട്ട് വിചാരിക്കണം ഉറപ്പേ ഇത് ഭയങ്കരമാണ്, അതൊരു കിഴക്കാണ് പോയെ. അപ്പൊ ഞാൻ ഇന്നത് ലോകമല്ല, ഇതാണ് ലോകം. ആ കിരടെ ഒരു തോട് പോയിട്ടാൽ വിചാരിക്കുന്നത് ഇത് ഭയങ്കരമായ ലോകമാണ്. അതിന് പിന്നെ കൊലക്ക് പോയിട്ടാൽ വിചാരിക്കുന്നത് സുബ്ഹാനല്ലാഹ് അതിനപ്പുറത്ത് പോകും. അങ്ങനെ മനുഷ്യനും അതുപോലെയാണ്. അപ്പോൾ ഉമ്മയുടെ വയറിൽ ചൊല്ലത് ഒരു ലോകമാണ്, ആ ലോകത്തവൻ പുറത്തു പോകണ്ട. ആ ലോകത്തെ പിന്നൊരു ലോകത്തവൻ പോകുമ്പോൾ അത് വിശാലമായ പ്രവിശാലമായ ലോകമാണ്. ആ ലോകത്തെ പറ്റിയാണ് ഖുർആൻ ഒറിജിനൽ ലൈഫും ചൊല്ലും. അപ്പോൾ ദുനിയാവോ ഖുർആൻ ചൊല്ലു വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഹ്വുൻ വലഇബുൻ. ദുനിയവിയായ ജീവിതം ചൊല്ല ഞങ്ങൾ ഇപ്പോൾ ജയിച്ചുകൊണ്ടുള്ള ഇങ്ങനത്തെ ജീവിതത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയ ലഹുവാണ്, അതൊരു അനാവശ്യമാണ്, അതൊരു കളിയാണ്, കളിപ്പാട്ട പോലെ. ഞങ്ങൾ കിടാവ് ഞങ്ങൾ എടുത്തു കൊടുക്കുമ്പോഴേക്കത്തെ കളിക്കുന്ന സാധനം ഉണ്ടല്ലേ, അതിക്ക് വലിയ ഒറിജിനാലിറ്റി ഉണ്ടാ, അല്ലെങ്കിൽ അതിക്ക് ചെമ്മ വാലിഡിറ്റി ഉണ്ടാ, അത് ഏത് സമയത്തും പൊട്ടിപ്പോവാ, കിടാവ് നശിപ്പിക്കുന്നത്. അതുപോലെയാണ് ഈ ദുനിയാവും. ദുനിയാവിടെ പറ്റി അള്ളാഹു അങ്ങനെയാണ് ചൊല്ലും. പിന്നെയോ ആഖിറമാകുന്ന വീടും ചൊല്ല് നിങ്ങൾക്ക് മൗത്തിലൂടെയാണ് അത് തുടങ്ങുന്നത്. അത് ഹയവാൻട്ടാ ചൊല്ല്, ഹയവാൻ ചൊല്ല് ജീവിതാണ്. അത് അൽ മുബാലഗത്തു ബിൽ ഹയാത്തി, ഹയാത്തിൽ പിന്നെയും സ്ട്രോങ് ആണ്. വെറും ജീവിതം ചെന്നപോലെ അതേ ഒരു ജീവി പോലെ ആക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള ജീവി അത് മാത്രമാണ്. ആഖിറാൻ ചൊല്ലതാണ് യഥാർത്ഥത്തിലുള്ള ജീവി. അപ്പോൾ ഒരു മനുഷ്യൻ ആ ആഖിറത്തേക്കാണ് അവൻ അധ്വാനിക്കണായ, ആ ആഖിറത്തിൽ ഉപകരിക്കുന്നത് അവൻ്റെ ആത്മാവാണ്, റൂഹാണ്. ഇന്നലെ ഞാൻ ചെന്ന പോലെ ഈ റൂഹിനെയാണ് ചന്താക്കണായ, അതുക്കാണ് ഭക്ഷണം കൊടുക്കണായ, ആത്മീയമായ ഭക്ഷണമാണ് അതിലുള്ള. അപ്പോൾ ഈ സദസ്സിൽ ഞങ്ങൾ എത്തി കേൾക്കുന്നത് റൂഹുള്ള ഭക്ഷണമാണ്, ആത്മീയമായ ഭക്ഷണമാണ്. അത് ഒരാൾക്ക് എത്ര കണ്ടി ആറാക്കൂ സാധ്യാവുക. റമദാൻ തീരുമ്പോൾ ആത്മീയമായ ഭക്ഷണം അവനു ധാരാളം കിട്ടിയിരിക്കുന്നത്. അവിടെ തൂക്കുമ്പോൾ ആത്മാവിടെ തൂക്കുമ്പോൾ ആത്മാവ് നല്ല ഫലം പണ്ട്. റമദാൻ ഒരാളത് സ്വീകരിക്കപ്പെട്ടാ ഇല്ലേന്ന് ചൊല്ലത് അവനവനും ടെസ്റ്റാക്കുവാവുന്നുണ്ടാ. എങ്ങനെ റമദാൻ തീരുമ്പോൾ തൻ്റെ തടിയിലൊന്ന് തൂക്കി നോക്കാം, തൻ്റെ ആത്മാവിലൊന്ന് തൂക്കി നോക്കാം. അതായത് ആത്മാവിടെ തൂക്കൂടെ അവനിക്ക് അന്തജാവല്ലേ, ഞാൻ ചേഞ്ച് ആയില്ലേ, ഞാൻ ബദലാവനായില്ലേ, ഞാൻ ആക്കിയെങ്കിലത്തെ കുറേ വിവാദത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയില്ല, ടേസ്റ്റ് കിട്ടിയില്ല, അല്ല എനിക്ക് ഇങ്ങനെ വ്യായാമം പോലെ ആയി പോയിത്താ അവനിಗೆ മാറ്റിയുള്ളൂ, അന്തജാക്കിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബലം വന്ന് ചേഞ്ചിങ് ആയിരുന്നു ചൊന്നെങ്കിൽ റൂഹു എന്തായിട്ട് തിന്നൈ. അപ്പോൾ അവൻ വിജയിച്ചെനിക്കത്തെ ആളാണ്. അതിക്കെന്ത് ബദലാവണ വന്നിട്ടില്ല. ഇത് തിണ്ടിട്ട് എന്തായിട്ട് ചൊന്നതിനെ തിണ്ടെങ്കിൽ എന്താവും ചൊന്ന ആത്മാവ് കെട്ടിയാവും, കൽവ് കെട്ടിയാവും, വിവാദത്ത് ഒരു ടേസ്റ്റേ കിട്ടില്ല. പിന്നെ അതൊരു യാന്ത്രികമായിട്ട് മാറുന്നത്. റമദാന്റെ ഏറ്റവും വലിയ ജിഹാദ് പരിശീലിക്കണായത് എന്തിനും ചൊന്നെങ്കിൽ ഭക്ഷണം കോറടിയാക്കുന്നതാണ്. ഭക്ഷണം കോറടിയാക്കുക അവിടെ നോക്കും. അങ്ങനെ കോറടിയാക്കുമ്പോൾ ഈ തടിയെ നാം തൂക്കിയെങ്കിൽ ഭാരം കുറഞ്ഞിട്ടിരിക്കുന്നത്. റമദാൻ പോകുന്നത് 40 kg ഉണ്ടെങ്കിൽ ഇപ്പം 35 kg ആയിട്ട് വിചാരിക്കും ഉദാഹരണത്തിൽ. അപ്പോൾ നല്ല തടിക്കൊന്നും ഭാരം കൂടിയില്ല ആവട്ടെ, നല്ല വിഷയം. അതേ സമയത്ത് എൻ്റെ ആത്മാവിനൊന്ന് ബലം കൂടിയിട്ടുണ്ടൊരു ഉള്ള എൻ്റെ മനസ്സാക്ഷി ചൊത്തുണ്ടായെങ്കിൽ റമദാൻ കൊണ്ട് ലാഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചൊന്നത് ഒറിജിനൽ ലൈഫ് ഏതെന്ന് കേട്ടെങ്കിൽ അത് മൗത്തുൽ പിന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് മൗത്തുൽ പിന്നത്തെ ലോകം അത് വിശാലമായിട്ട് ചർച്ചാക്കുന്ന എങ്കത്തെ വിഷയമാണ്. ഒരു മനുഷ്യൻ മരിക്കണമെങ്കത്തെ സമയത്ത് ചെല്ലാവുക യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി ചെല്ലാം. യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. റബ്ബേ ഞാൻ മരിക്കുക പോയോണ്ടുള്ളല്ലേ, സമ്പാദന എന്തോ ആക്കിയില്ലല്ലേ, എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ വേനായിട്ട് ഞാൻ എന്തെങ്കിലും ആക്കിയതെങ്കിൽ നല്ലയും തന്നെ. അപ്പോൾ മരിക്കട ആളെ സമ്മതിക്കരുത്. ഇപ്പം ചിലപ്പോൾ ഞാൻ സമ്മതിച്ചില്ലെങ്കിലും മരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കരുതെങ്കിൽ ഇത്രത്തോളം ഞാൻ ചെയ്തത് അത് ജീവിതമേ അല്ല. ലി ഹയാത്തി എനി വേണ്ടതാണ് എൻ്റെ ഹയാത്ത്. അതുക്ക് ഞാൻ എന്തെങ്കിലും ആക്കിയില്ലെങ്കിൽ എത്ര നല്ല ഇത്തിട്ടാണ് അപ്പം ചൊല്ലുക സുഖാക്കടെ.
അപ്പോൾ ഇതെല്ലാം ഖുർആന്റെ ആയത്താണ്. ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നതിലേക്ക് ഒറിജിനൽ ലൈഫ് ഇതല്ല, ഇനി വറവുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് ഞാനിത് എന്തിനു ചൊന്നെങ്കിൽ ആ യഥാർത്ഥ ലൈഫുള്ള തയ്യാറിയാണ് പരിശുദ്ധ റമദാനിലൂടെ നടക്കണേ. ആ റമദാനിക്ക് ധാരാളം മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഒരു ഹദീസിൽ കണ്ട് 3 സഹോദരന്മാരിനാൽ അതിൽ 2 ആൾമാർ ഷഹീദായ, ഷഹീദ് വലിയ കൂലിയുണ്ടല്ലോ, പവറുണ്ടല്ലോ, 2 ആൾമാർ ഷഹീദായ, പിന്നൊരാൾ ഷഹീദായതല്ല, അയാൾ അങ്ങനെ സാധാ മരിക്കും പോലെ മരിച്ചിട്ട് അങ്ങനെ മരിച്ചപ്പോൾ അയാളെ സ്വപ്നത്തിൽ കണ്ടാൽ ആര് ഈ 3ാമത് മത്സരിക്കത്ത ആളുണ്ടല്ലോ അയാളെ കിനാവിൽ കണ്ടെത്തി. പക്ഷെ അയാൾ നേരത്തെ മരിച്ച് 2 അയാളെ ചങ്ങായിമാരാട്ടി ഉന്നതമായ സ്ഥാനത്തിലുണ്ടു. അപ്പോൾ എനിക്ക് സംശയമാണ്, അതെങ്ങനെ അങ്ങ് ഷഹീദായിട്ടല്ല മരിച്ചില്ല, എനിക്ക് വലിയ പവറല്ല, ഇയാൾ എങ്ങനെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചെന്ന മറുപടി, അലൈസ സ്വല്ല ബഅദഹുമാ കദാ കദാ സ്വലാത്തൻ വഅദറക റമളാന ഫസാമഹു. അങ്ങ് ഷഹീദായി മരിച്ചാൽ ശരി, അതിൽ പിന്നെ ഇയാൾ കുറച്ച് ജീവിച്ചിട്ടില്ലേ, ആ ജീവിച്ച ടൈമിൽ ഇയാൾ കുറെ നിസ്കരിച്ച് വന്നു. 2ാമത് ഇയാൾക്ക് റമദാൻ കിട്ടിയിട്ടല്ലേ, ആ റമദാനിൽ ഇയാൾ കുറെ നോമ്പെടുത്തിട്ടല്ലേ, അതാണ് അതിന് കാരണമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കുള്ള റമദാൻ കിട്ടുമ്പോൾ ആ റമദാന്റെ നോമ്പിലൂടെ ഇയാൾക്ക് അങ്ങലാട്ടി അപ്പുറത്തെ സ്ഥാനത്തിൽ എത്തുകയും. അതുകൊണ്ടാണ് വലിയ റമദാൻ തോന്നുന്നത് ദുആക്കളെ. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ആ ദുആത്തെ പവർ കൊണ്ട് 6 തിങ്ങൾക്ക് മുന്നിൽ റമദാൻ കിട്ടണമെന്ന് ചൊന്ന് ദുആർന്നുകൊണ്ടിരുന്നാറുള്ളൂ. അങ്ങനെ ഇപ്പോൾ റജബിലല്ലേ ദുആറുണ്ട്, വലിയ റമദാൻ. സാലിഹീങ്ങളായ ആൾമാർ റമദാൻ കൊണ്ടാട്ടി 6 തിങ്ങൾക്ക് മുന്നിലേ ദുആക്കളെ വലിയ റമദാൻ, ഞങ്ങൾക്ക് നീ റമദാൻ എത്തുവാട്ടി തരണോ. ഈ ആശയങ്ങൾ കൽബിൽ കൊമ്പന്നിട്ട് ആ ദുആ നടത്തുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. റമദാൻ വേണം, കാരണം അത് നഷ്ടമെങ്കിൽ വല്ലാത്തൊരു നഷ്ടമേ. ഒടിപ്പോൾ ഷഹീദാക്കി അപ്പുറം പോവുക ഇതിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കിട്ടിയ ആളെ പറ്റി ചൊന്നുകൊണ്ടുള്ളേ. അപ്പോൾ റമദാൻ്റെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് വരുത്തിക്കൊണ്ടുള്ള പറഞ്ഞു നീ റമദാൻ കിട്ടിയിട്ടായിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും വരച്ചാനാക്കാം. റമദാനെ വിളിച്ചിട്ടായിട്ടല്ല തിരിരെ. അപ്പോൾ തന്നെ വേണ്ട പോലെ സൽക്കാരാക്കിയേ. ഈ സൽക്കാരല്ല, ഇഫ്താറിന്റെ സൽക്കാരല്ല, അത് ഞാൻ സൽക്കാരാക്കിക്കൊണ്ടുള്ളേ. റമദാന്റെ നോമ്പ് എങ്ങനെ ഞാൻ സൽക്കാരാക്കിയ അത് ദുആ കൊണ്ടാണ്. എന്തും അറിയില്ലെങ്കിൽ പഠിച്ചുകൊണ്ടിട്ട് ഈ തുറന്നുകൊണ്ടേക്കാം 24 hours ദുആ. അതുപോലെ ബാക്കി എന്തെല്ലാം സൽക്കർമ്മങ്ങളാവുക അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്കുക നോക്കാം. റമദാനിൽ 8 റക്അത്ത് ദുആ നിസ്കരിക്കുക, അതൊരു നസീബാണ്. റമദാനിൽ കിട്ടുന്ന ചാൻസാണ് 8 റക്അത്ത് ദുആ നിസ്കരിക്കലേ. അത് മനസ്സറിഞ്ഞിട്ട് നിസ്കരിക്കുക. 8 റക്അത്ത് എപ്പോഴൊക്കെ ആവില്ല, എപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം. ദുആ നിസ്കരിച്ചെങ്കിൽ നല്ല മുഖത്തിൽ നല്ല ഈമാന്റെ പ്രകാശം കണ്ട പോലെ ആവുള്ളൂ, റിസ്ക് വിശാലമാവുള്ളൂ. ദുആ നിസ്കരിച്ച് പോയെങ്കിൽ അത് ഏത് കോളേജിൽ കൊണ്ടുപോകണം നിസ്കരിക്കാം, സ്കൂൾ കൊണ്ടുപോകണം നിസ്കരിക്കാം, മക്കളൊട്ടിയുള്ള ചെല്ലാം ഉളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുമ്പോൾ ആണ് പെണ്ണിനൊട്ടിയെ ചെല്ലാം. അത് വലിയ കാവലാണ്. അത് ലൈഫ് ലോങ് എപ്പോഴും 2 റക്അത്ത് ദുആ നിർബന്ധം പോലെ നിസ്കരിക്കാം. റമദാൻ വന്നെങ്കിൽ ദുആയിൽ ഏറ്റവും യാറുള്ളത് 8 റക്അത്ത് മുമ്പല്ലേ, അത് ഞാൻ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വളരെ ബിസിയുള്ള നാളാണ് മക്കം ഫത്ത് ആയിട്ടല്ലേ, ഹിജ്റ 8ാമത്തെ വർഷത്തിൽ. അപ്പോൾ എത്ര ബിസി നോക്കും. അണ്ട് വരെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹാ ചൊല്ലേ 8 റക്അത്ത് ദുആ നിസ്കരിച്ചു. 2 നന്ന നേരെ ഉൾട്ടാണ്. എന്തെങ്കിലും ബിസി ഒന്നും അതിൻ്റെ ഉള്ളതില്ലാണ്ടോ ഇപ്പോൾ സമ്മേളനമാക്കുള്ള ഒരു പ്രോഗ്രാം ആക്കാൻ വരും. ആ പ്രോഗ്രാമിന് ഫർളെ ഭാരി കഷ്ടത്തിൽ നിസ്കരിക്കണം. പിന്നെ റവാത്തിബ് നിസ്കാരയിലേ ഇല്ല, കാരണം കേട്ട സമ്മേളനം ഒന്നും ചെല്ല. അത് സമ്മേളനിക്കുന്ന ഉദരല്ലേ. താജുൽ ഉലമ ഉള്ളാത്തങ്ങൾ നവറല്ലാഹു നീ എന്തരേ സമ്മേളനാക്കോ എന്ത് വേണമെങ്കിലാക്കോ അയാൾ ആ തർത്തീബ് കൊണ്ടല്ലേ, അത് ചേഞ്ച് അവിടേക്കത്തെ വിഷയമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഞങ്ങൾ സമ്മേളനാക്കിയിട്ട് ബാക്കിയായ. അപ്പോൾ ഒരു സമ്മേളനം വന്നിട്ടുണ്ടായെങ്കിൽ ഒരു പ്രോഗ്രാം ഞങ്ങാക്കണുണ്ടായെങ്കിൽ ഒരു വൃദ്ധ ഞങ്ങാക്കണ എന്ത് വേണമെങ്കാവും. ആ സമയത്ത് എൻ്റെ ലൈഫിടെ തർത്തീബ് തപ്പിപ്പോയിട്ട് റവാത്തി പോയിട്ട് ഗുഹ പോയിട്ട് വിത്തർ പോയിട്ട് ഫർദ് അർജന്റ് നിസ്കരിച്ച് ഒരുപാട് ഞാൻ പോകണ്ടേ. എൻ്റെ ഹദ്ദാദും പോകേണ്ട അതിൻ്റെ പേരിൽ അങ്ങനെ അല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫിടെ തർത്തീബ് തപ്പില്ല. ഞാൻ ആ ഹദീസ് ഓതി അത്ഭുത. കാരണം മക്കം ഫത്ഹിന് ചെന്ന് ഭയങ്കര തിരക്കുള്ളത്തെ ഭയങ്കര തലവെച്ചത്തെ ടൈമാണ്. ശത്രുക്കൾ എതിർന്നുള്ള യുദ്ധമില്ലാണ്ട് മക്ക കയ്യിലെടുക്കണം, ഇങ്ങനത്തെ എല്ലാ ടൈമാണ്. അവർ നേതാവിടെ ബിസി എത്രയായിരിക്കും, തലവെച്ച് എത്രയായിരിക്കും. അണ്ടത്തെ നാളിൽ വരെ അബൂ താലിബിയുടെ മോള് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹാ ചൊല്ലെ
ഞങ്ങളെ ഒത്തു വന്നിട്ട് 8 റക്അത്ത് നിസ്കരിച്ച് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്കൂളായി 8 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാണ്. 10 തിരക്കുള്ള നാളിലും നിസ്കരിച്ചിട്ട്. അപ്പൊ ഈ ദുഹാ നിസ്കാരം പൊടുവുള്ളതല്ല. ഔത്ര പോകുമ്പോ എല്ലാവരും സത്ത് കൊണ്ടങ്ങാവട്ടെ, ആര് വേണമെങ്കാവട്ടെ, അത് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് ആവലോടുകൂടെ ദുഹാത്തെ ടൈം തുടങ്ങും. അങ്ങനെ ആ നിസ്കാരങ്ങൾ നിസ്കരിക്കാം. ഒരിക്കലും പൊടുവ് തീരാ ദുഹാ നിസ്കാരം. ഇതാണ് ഞാൻ ചൊന്ന സമ്പാദനാക്കണേ ചൊന്നത് അതാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാൾ ഔത്ര 10 പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അങ്ങനെ ചെന്നിട്ട് പോവാം. അത് ഞങ്ങളെ ഔത്ര 10 സ്കൂൾ പോകേണ്ട കോളേജിൽ പോകേണ്ട ആണ് പെണ്ണ് മക്കളോട് നിർബന്ധമായിട്ട് ചെല്ലണം. കാരണം നിങ്ങളെല്ലാം നട്ടം തിരിക്കവും പിടിക്കവും ഇങ്ങനെ 4 ഭാഗത്തെ കാത്തോണ്ടുള്ള പറഞ്ഞു കഴിഞ്ഞല്ല. അപ്പൊ അനക്കുള്ളൊരു കാവലാണ് ഈ ദിക്ർ. ഇടത്തെ കാൽ വെച്ചിട്ട് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലുവാക്കിയിട്ട് കിടത്തണം. അതൊരു പ്രൊട്ടക്ഷൻ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് നമുക്ക് വഴിപാടി തന്നത്. അപ്പൊ ഞാൻ ചൊല്ലുന്നത് ദുഹാ നിസ്കാരങ്ങൾ, ഇങ്ങനത്തെ അദ്കാറുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം സമ്പാദനാക്കാം. അതിന് ഏറ്റവും പറ്റിയെത്ത ടൈമാണ് പരിശുദ്ധമായ റമദാൻ ചൊല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വഴിപാടി. ഈ റമദാന്റെ ഒരു തസ്ബീഹിന്റെ ಬಗ್ಗೆ ചൊന്നത് തസ്ബീഹത്തും ഫീ ശഹരി റമദാന അഫ്ളലു മിൻ അൽഫി തസ്ബീഹത്തിൻ ഫീ ഗൈരിഹി. റമദാനിൽ ഒരാൾ ഒരു തസ്ബീഹ് ചൊല്ലുകയാണ്. റമദാൻ അല്ലാത്തപ്പോൾ 1000 തസ്ബീഹ് ചൊല്ലതിനാട്ടി ഖൈറാണ് ഇത് പോകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പൊ അള്ളാഹു തആല നമുക്ക് തന്നിട്ടൊരു നസീബ് നോക്കുള്ളനെയാണ്. അപ്പൊ ഈ നസീബിനെ ഞങ്ങൾ മുഴുവൻ തീരാട്ട ചൊല്ലേ വല്ലിതിന റമദാൻ അവിടെ ഞാൻ ചൊല്ലും. റമദാന്റെ എത്തുവാണ്ടിട്ട് ഒരു അതിഥിയുടെ ഔത്തു വിളിച്ചിട്ട് പിന്നെ എന്ത് സൽക്കാരാക്കില്ല എന്തൊന്നും കൈ കത്തയില്ലേ, ഒന്നാ വിളിക്കുകയേ തീരാം. വിളിച്ചൽ പിന്നെ ഞങ്ങൾ പരിഗണിക്കണം. അവൻ സഡൻ വന്ന് എത്തിയത് എന്തല്ല ഞങ്ങൾക്കൊന്നേ ഇല്ല എന്ന് പോവാം. ഫോണെ കാക്കണ്ടേ ഞാൻ കേൾക്കുക. ഇതങ്ങനല്ലേ ഞാനേ ഫോണാക്കി പിടിപ്പായിട്ട് 2 തിങ്കളായി സുഖമാക്കി ഫോണാക്കും. വാ 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 ചെന്നിട്ട് അങ്ങനെ റമദാൻ എത്തിയിട്ടാകുമ്പോൾ പിന്നെ ഞാൻ പണ്ടത്തെ പോലെ മൊബൈലിലേക്ക് റമദാൻ ചെന്നിട്ട് ഉച്ചത്തോളം ഉറങ്ങിടാവും. ഉച്ചത്തോളം വർക്ക് സുബൈക്ക് തുടങ്ങിയെങ്കിൽ എല്ലാവരും അങ്ങനെ ആയിട്ടല്ല, നിങ്ങൾ അങ്ങനെ ആയിട്ടല്ല ചൊന്നേ. റമദാൻ ചൊന്നെ ഉറങ്ങൽ കട്ടായ എൻ്റെ എച്ചങ്ങളുള്ള ഇത് എന്തിക്ക് ഉറങ്ങടെ ഒന്നുണ്ടാ. ഈ അത്താഴത്ത് മുന്നോളം കാകണ്ട മുന്നോളം എനിക്ക് അത്ര സന്തോഷം. ഇമ്മ ഉച്ചത്തോളം ഉറങ്ങി ഞാനൊന്നുമില്ല റമദാൻ നമുക്ക് ശാപ്പ് വെക്കാതെ ഇതെൻ്റെ എന്തി വിളിച്ചിട്ട് എൻ്റെ ഇട്ടിട്ട് അത് അവിടെയാണ് ഞങ്ങൾ ആലോചനാക്കണേ. മുസീബത്ത് അതാണ്. ഞാൻ 20 തറാവി നിസ്കരിക്കണം ചെന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കുവാറ് റമദാൻ ഫുള്ള് ഇറങ്ങി എന്തിനാവിടൂ, നോമ്പ് പത്തിലാവില്ല. നോമ്പ് എന്ത് പത്തിലാവില്ല. നിങ്ങൾ സുബൈ നിസ്കരിച്ചിട്ട് അങ്ങനെ സുബൈ ഉദാഹരണം സുബൈ നിസ്കരിക്കാണ്ട് പറഞ്ഞാൽ നേത്ത് വെച്ചില്ല ജാവും. അത് ജാവും 11 ഗಂಟೆಗೆ പറഞ്ഞോ പിറ്റേന്ന് 6-7 ಗಂಟೆ മേടിക്കാൻ വേദിക്കാം. നോമ്പ് തറക്കുകയും അതുകൊണ്ട് നോമ്പ് സമയല്ലേ, നോമ്പ് പോലും തകരാറില്ലാവാം. നോമ്പ് സമയം കുറെ നിസ്കാരങ്ങളുടെ പോയില്ല, അത് വേറെ വിഷയം. നോമ്പ് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ അതല്ലല്ലേ റമദാൻ ചൊല്ല അതിഥിരെ വിളിച്ചിട്ട് ഇങ്ങനെ ആക്കിയുണ്ടാവാം. അപ്പം ഞാൻ ചൊന്നത് അങ്ങനെ ആവും തീര. ആണിങ്ങ പെണ്ണിങ്ങല്ല ഫുഡാക്കടെ ബിസിലേ പോകും തീര. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണം. ആണിങ്ങ ജാഗ്രതാക്കണോ. പിന്നെ കാര്യമായിട്ടും ഫുഡ് കൊറടിയാക്കണം. ഇതെല്ലാം റമദാൻ്റെ വലിയ വിഷയങ്ങളാണ്. എല്ലാം ചൊന്നെങ്കിൽ എപ്പോഴും നക്കും തയ്ക്കാതെ നീക്കും തയ്ക്കാതെ ചൊല്ല മാത്രമായിട്ട് ഫുഡ് കൊറടിയാക്കണം ചൊന്നിട്ട്. ഫുഡ് കൊറടിയാക്കിയാൽ മാത്രം നോമ്പ് അർത്ഥമില്ല. ഇതിപ്പോൾ ഞാൻ വിശദീകരിക്കില്ല, എന്നൊക്കെ ചെല്ലാം. അപ്പോൾ പരിശുദ്ധ റമദാന്റെ സമ്പാദ്യങ്ങൾ അധികരിപ്പിക്കാം. ഇനിയിപ്പോൾ ഒരാൾ സുബൈ നിസ്കരിച്ചിട്ട് അതേ ജാഗയിൽ തെറ്റിയിട്ട് ഇങ്ങനെ ഖുർആൻ ഓടിയിട്ട് ദിക്ർ ചൊന്നിട്ടു സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റിൽ പിന്നെ ഒരു 2 റക്അത്ത് നിസ്കരിച്ച് പോയെങ്കിൽ പൂർണ്ണമായ ഹജ്ജ് ഉംറത്തെ പ്രതിഫലം കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അപ്പോൾ ദൈനംദിന എന്ത് ഹജ്ജ് ഉംറത്തെ പ്രതിഫലം എടുക്കുകയുള്ളൂ. സഹിഹായ ഹദീസാണ്. എപ്പോഴും എടുക്കുകയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ കൂടെ ഞങ്ങൾ ക്ലാസ് എടുക്കുക കുറച്ച് നാൾ ചുമ്മാ നീട്ടിയൊന്നും പോകുകയാവില്ല. 20 മിനിറ്റ് തൊള്ള നീട്ടൊക്കെ അവിടെ ഇപ്പം അപ്പം ഇന്നത്തെ ക്ലാസ് എടുത്ത് 10 പോയിന്റ് മുണ്ടിക്കൊണ്ടിരുന്ന കുറേ അങ്ങനെ മുണ്ടിട്ടാകുമ്പോൾ ഈ ഹജ്ജും പുറത്ത് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടില്ലാവോ. അത് കിട്ടണമെന്നുണ്ടായി മുണ്ട് കൂത്തിയില്ല. ദുനിയാவோட പഴക്കമില്ല. അതിക്ക് പോണ്ടെങ്കിൽ പോവാം. അല്ല നക്കി നിസ്കാരം വേണു ഹജ്ജും പുറത്ത് പ്രതിഫലം വേണമെന്ന് ചൊല്ലാൻ 10 പോയിന്റ് കൊണ്ടുപോകില്ല. അവൻ ഇതിലുള്ള മീനും കഴിക്കും. ഇതിലുള്ള മീനും കൊണ്ടുപോകാവില്ല. അത് തടയാൻ ഹിജാബ് അവിടെ ഖുർആൻ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിക്ർ ചെല്ലാം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രക്കാർ നിസ്കരിച്ചു പോകും. അപ്പമേ ഹജ്ജും പുറത്ത് പ്രതിഫലം കിട്ടേ. ക്ലാസ് 10 മിനിറ്റ് മുന്നുണ്ട്. നിങ്ങൾ ഔത്ത പഠിക്കുവാവില്ലേ. ഇതൊരു 1/2 ഗಂಟೆ ಯಾರ ಬೈಕ್ ನಾವು ಹೋಗಿ പിന്നെ ചൊന്ന് ബായി ഉണങ്ങൂതോ. പിന്നെ നിനക്കും പറ്റത് നക്കും പറ്റത്. അത് കറക്റ്റില്ല. അതേ സമയത്ത് ഹജ്ജ് ഉംറത്തെ പ്രതിഫലം നമുക്ക് കിട്ടണമെന്നുണ്ടായെങ്കിൽ പള്ളിയിൽ 10 പോയിട്ട് നാം മുണ്ടൊക്കെ സുറാക്കാൻ പിന്നെ വന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് കിട്ടാൻ എത്ര സുലാഭത്ത്.
അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. എനിക്കത്തെ വിഷയമാണ് ഭൗതികമായ സംസാരങ്ങളിൽ ഏർപ്പെടുക. ഒരു 10 മിനിറ്റ് നക്ക് അജൂറേതാൽ കിട്ടണേ, അത് കിട്ടണായിക്കത്തെ നാണ് ആ നിർബന്ധം ഒന്നുണ്ടായെങ്കിൽ മുണ്ടണ്ട, നാവൊന്ന് സീൽ വെക്കാം, ബന്ധാക്കി വെക്കാം, എന്തോ ആവില്ല. മുണ്ടില്ലെങ്കിൽ എന്തോ ആവില്ല. ഈ ഗുംപ് കൂടുക തീരാനുള്ള റമദാൻ്റെ ഏറ്റവും ശ്രദ്ധിക്കണം. എനിക്കത്തെ വിഷയമാണ് ഈ ഗുംപ് കൂടുക, അത് ഒഴിവാക്കണം. അത് ഇഫ്താറിന്റെ പേരിലായെങ്കിൽ ആ ഇഫ്താറിലൂടെ ഞാൻ തെച്ചിട്ട് മീറ്റിംഗ് ആക്കിടാണ്ടായെങ്കിൽ പിന്നെ ഈ ഇഫ്താർക്കും കൂടുക എന്ത് അർത്ഥമുള്ളത് കർത്താവുണ്ട്. ഞങ്ങൾ ഇഫ്താർ സമൂഹം തൊറാത്ത് ഇതിൻ്റെ ഗൗജാക്കിയിട്ട് എല്ലാം ആക്കിയിട്ട് അങ്ങനെ 6000 ഇനി 2014 ഇനി എത്ര വേണം, ഇനി ഒരു 2 തിങ്കൾ നോമ്പ് നിങ്ങൾ 3 തിങ്കൾ മുന്തൂടിയാറുണ്ടായെങ്കിൽ ഞങ്ങളുടെ ഫില്ലവിടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തല്ല അത്. പക്ഷെ അതെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ റമദാൻ്റെ ആ നല്ല ടൈമോടു ഞാൻ വന്നിട്ട് എതിർപത് വെച്ചിട്ട് മീറ്റിംഗ്സ് പറയും. ദുനിയാവുടെ വിഷയം എന്തെല്ലാം ചർച്ച. ആ ഏറ്റവും നല്ല ടൈമുൾ അവിടെ മുണ്ടിക്കൊണ്ടിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ മുണ്ടൂതീറ അവനവനെ കൺട്രോൾ ആക്കിയുള്ളൂ, നിയന്ത്രണം ആക്കിയുള്ളൂ. അത് മുണ്ടുള്ള ടൈമല്ലല്ലേ, മുണ്ടിട്ട് എന്തായിത്തൂടെ എന്തോ ആയിട്ടില്ലേ മുണ്ടൂതീറ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ടൈമാണ് എപ്പോ ആ ടൈം ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈമും അവിടെ പിന്നെ ദുനിയാവുടെ വിഷയം ഉണ്ടെങ്കിലാവാം മുണ്ടൂതീറ. ഇനി നണ്ടെട്ടി എതിർകൊക്കെ വന്ന് മുണ്ടുണ്ടാവും. അവൻ അതിൻ്റെ പേരിൽ നണ്ടെട്ടി അസാക്കറെങ്കിൽ അസാക്കട്ട് മുണ്ടുണ്ട്. കാരണം ഈ നല്ല വലിയ നേട്ടം ലാഭമാണ് ഒന്നൊക്കെ നഷ്ടാക്കിയിട്ടുള്ളത്. അറാഖുല്ലമൻ അൽഹാക അൻ കസ്ബി ത്വാഅതി അതുവും വഇൻകാന സ്വദീഖൽ മുസാഫിയ. നന്മകൾ നിക്ക് മുടക്കാവുന്ന ആരുള്ള അങ്ങ് എല്ലാവരും നിന്റെ ശത്രുണ്ടാണ്. യാമീമാൻ ചൊല്ല് സംഗതി അവൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. ഒന്നെ ഭയങ്കര മുട്ടത്തെ ഫ്രണ്ടും ചൊന്നിട്ട് കാര്യമില്ല. നിന്റെ ഒരു നന്മ ആക്കുവാൻ കൊടുല്ലേ, അതിൽ നിന്റെ ഏറ്റവും വലിയ ശത്രു ഇതിന് വേഷം കഴിയും നിന്റെ ചങ്ങായി. ദുനിയാവ് ഇന്നത്തെ ഏറ്റവും വലിയ ചങ്ങായിനാട്ടി വലിയ ചങ്ങായിയാണ് ഇത്. ഇപ്പം നിങ്ങൾ നഗാൻ ചെല്ലുവാ നന്റെ ചങ്ങായി അയാളോട്ട് 24 hours ഞാൻ നിൽക്കില്ലല്ലേ, ഒരു 4 ഗണ്ട ചിലപ്പോൾ 1/2 ഗണ്ട കണ്ടിട്ട് കൊണ്ടുപോകാം. ഇതങ്ങനല്ല, ഇത് 24 ഗണ്ട നന്റെ ഒട്ടിയും അത്ര മുട്ടത്തെ ചങ്ങായിയാണ്. പക്ഷേ അറാഖുല്ലമൻ അൽഹാക അൻ കസ്ബി ത്വാഅതി നന്മയാക്കുക നിന്റെ ഇത് കൂടുതലായിട്ടായത് ഇത് ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇമാമിങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശത്രുത്വമുള്ളെങ്കിലത്തെ ചങ്ങായിപ്പാടെല്ലാം ഒഴിവാക്കാം. നൻ്റെ ബച്ചാവ് നാണേ ആക്കിയുള്ളൂ. അത് ഓർത്ത് ആൾച്ചനാക്കിയുണ്ടെങ്കിൽ നൻ്റെ രക്ഷപ്പെടുത്തോ വേറെ ഓർത്ത വണ്ടേ ഇല്ല, അത് ഉറപ്പാണ്. നൻ്റെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ മാത്രം. നിങ്ങൾ ദുനിയാവ് എത്ര വലിയ ആ എന്തിനു ചെന്നെങ്കിലും അവന് ബച്ചാവാക്കോ വണ്ടില്ല. മരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമാണ്, അവൻ്റെ തലക്ക് അവൻ്റെ കൈയാണ്. ഇത് ഞാൻ ആൾച്ചനാക്കിക്കൊണ്ടിരുന്ന മയ്യാവും. അതിനാവും ഞാൻ ഒരാൾക്ക് 5 ലക്ഷം പിന്നെ തഹ്ലീൽ ഓതി 2 ആഴ്ചക്ക് നല്ല വിഷയം അൽഹംദുലില്ലാഹ് 5 ലക്ഷം കാണ്ട്. അപ്പോൾ ഇന്ന ആളെ മേലെല്ലാം ഹരിയാക്കണം ചെന്നപ്പോൾ ഞാൻ ചൊന്ന അതിലൊരു 70,000 നിങ്ങൾ വെച്ചുള്ളൂ, 70,000 നിങ്ങമേ വെച്ചുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറെ 70,000 സുഹൃത്തെ ചെല്ലുള്ളൂ. കാരണം എന്ത് ആ ഞാൻ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര ഒരു പവറിക്കും നൻ്റെ കബറിൻ്റെ ബച്ചാവുകയായിട്ടാണ് ഞാൻ ചൊല്ല്. അപ്പോൾ അത് കൈകാൽ മുറിഞ്ഞ് എനിക്കെത്തരായതല്ല, തൂങ്ങിയിട്ട് ചെന്നതൊന്നുമല്ല. ഇതിപ്പോൾ എൻ്റെ അബ്ബക്ക് ചെന്നത്, എൻ്റെ ഉമ്മക്ക് ചെന്നത് മരിച്ചുപോയ ആൾമാർക്ക്, എൻ്റെ കുടുംബത്തിൽ കുറേ ആൾമാർ മരിച്ചു പോയാൽ അങ്കെല്ലാം അരിയാക്കൂ ഞാൻ ചെന്ന് വെച്ച് ശരി നല്ല നീയത്താണ്. പിന്നെ ഒരാൾക്ക് ഹെൽപ്പ് ആക്കണേ. അതിലൊരു 70,000 നൻ്റെ കബറിൻ്റെ ബച്ചാവുകൾ ചെന്ന് വെച്ചുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സുഹൃത്ത് ചെല്ലുള്ളൂ. എന്തെങ്കിലും അത് നൻ്റെ കബറും നാണ് ചെല്ലുമ്പോൾ അത് പിന്നൊരാൾ ചെന്ന പോലെ ഇരിക്കില്ലേ. നക്കവരുടെ വിഷയം കൊണ്ടുണ്ടു അവിടെ ഏകാന്ത വകുപ്പാണ്. നൻ്റെ കൈ പിടിക്കുകയും നല്ല പെർഫെക്റ്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അത് കറക്റ്റ് ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെന്നെങ്കിൽ അത് ദിക്റാവിടെ ഹദ്ദാദിലാവട്ടെ അല്ലാത്തവരാവട്ടെ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ അത് ദിക്റല്ല, അത് മുറിഞ്ഞിട്ട്. ഇനി ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് വലിയ സമ്പത്തുണ്ടു, പൈസ ഉണ്ടു, ഞാൻ മരിച്ചാൽ പിന്നെ ഈ സമ്പത്ത് യൂസ് ആക്കിയിട്ട് എൻ്റെ മക്കളെല്ലാം സംഘടിപ്പിക്കുവാറ്, അതാക്കുവാറ്, ഇതാക്കുവാറ്, ശരി ആക്കുവാറ്. പക്ഷെ ആ ആക്കുമ്പോഴെല്ലാം വന്ന് തെറ്റിട്ട് ചൊല്ലെങ്കിട്ട് ആൾമാർ പെർഫെക്റ്റ് ആയിട്ട് അത് ചെല്ലാല. അങ്ങനെ കേസ് എന്തും അല്ല, ഞാൻ അയക്കേ ചൊന്നെ നൻ്റെ ബച്ചാവ് ഞാൻ ആക്കിയുള്ളൂ. അപ്പോൾ ഇത് 70,000 ദിക്ർ മജ്‌ലിസ് നിങ്ങൾ സംഘടിപ്പിച്ചാൽ നല്ലതാണ്. 70,000 ദിക്ർ ഒരു മയ്യിത്തിന് വേനായിട്ട് ചൊന്നെങ്കിൽ ഉപകരിക്കലും ചൊന്നത് സുന്നത്ത് ജമാഅത്ത് ആലിമീങ്ങൾ മാത്രമല്ല, ഈ നന്മയുടെ എല്ലാം എതിർക്കിടങ്കെത്ത ആൾമാർ നേതാവ് ഇബ്നു തൈമിയ്യ വരെ അയാളെ ഫതാവത്തിൽ ചെല്ല് നീ 70,000 തഹ്ലീൽ ചൊന്ന ഉപകാരം ഉണ്ടാവാണ്. അപ്പം പിന്നെ വേറെ നോക്കണമെന്നില്ലല്ലോ. 70,000 തഹ്ലീൽ മരിക്കരാട്ടി മുന്നോട്ട് ചെന്ന് വെച്ച് ഉപകാരമുണ്ട്, മരിച്ചാൽ പിന്നെ ചെന്ന് ഉപകാരമുണ്ട്. അപ്പോൾ 70,000 തഹ്ലീലിൻ്റെ മജ്‌ലിസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം. അവൻ എന്നെ തെറ്റി തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറേ ആൾമാർ ചെന്ന് ഇല്ലല്ലാ 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 അങ്ങനെ ആയിട്ടിരിക്കുന്നത്.
ഇങ്ങനെ 7000 പോയിട്ട് ഒരു 7000 സമയത്ത് വിലക്ക് കിട്ടില്ലാണ്ടായെങ്കിൽ 7000 കൊണ്ട് കവർ പോയിട്ടാ അയക്കാണ് ഞാൻ ചൊന്ന ഹയാത്ത് കാലത്തെ ഉണ്ടാക്കുക. ഹജ്ജിന് പോയിട്ട് 40 നാൾ 44 നാൾ ഇത്ര അമൂല്യമായ സമയം ദുനിയാവിലൂടെ കിട്ടുമോ? അവിടെ 7000 അല്ല എത്ര ലാക്ക് വേണമെങ്കിൽ ഇത് ചൊന്നോണ്ടിരിക്കാം. അവിടെ ഞാൻ ആച്ചനാക്കണത് നിന്റെ കവറ് വെച്ചാവു, നിന്റെ ശരീരത്തെ വെച്ചാവു, വേറെ ഒത്ത വണ്ടിയില്ല. അവൻ എന്ത് വേണം ചെല്ലട്ട് വണ്ടില്ല, അത് ഞാൻ മാത്രമാണ്. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ ഉമ്മത്തിൽ അള്ളാഹു കൊടുത്ത എനിക്ക് ഏറ്റവും വലിയ മഹത്വമാണ് മഹാന്മാർ ചെല്ലാറ്. ഒന്ന് സൗമ റമദാൻ, റമദാൻ്റെ നോമ്പുണ്ടല്ലേ, അത് ഈ ഉമ്മത്തിൽ അള്ളാഹു കൊടുത്ത എനിക്ക് ഗിഫ്റ്റാണ്. പിന്നൊന്ന് റമദാൻ്റെ തുടക്കത്തിൽ ഈ ഉമ്മത്ത് കാരുണ്യത്തെ നോട്ടം അള്ളാഹു നോക്കിടാണ്ടാണ്. മൂന്നാമത് സ്വർഗം അങ്കുവേനായിട്ട് ചന്താവുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ സ്വർഗം ചന്താവുടും. ഒരു ഹദീസിൽ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ യഅലമിൽ ഇബാദു മാ റമദാൻ ലതമന്നത് ഉമ്മത്തി അൻ തകൂന സനതു കുല്ലഹാ. അഥവാ റമദാൻ എന്തിനേന്ന് ചൊന്നിട്ട് എൻ്റെ ഉമ്മത്തിന് മറ്റ് ഒന്നായില്ലെങ്കിൽ വർഷമൂർത്തി റമദാൻ ഇക്കട്ടെന്ന് ചൊന്നിട്ട് അങ്ങ് വിചാരിക്കത്താറ്. അപ്പോൾ ഒരാൾക്ക് എടുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊന്ന് വിശദീകരിക്കറും ചെല്ലുമ്പോൾ റമദാൻക്ക് വേനായിട്ട് സ്വർഗം ചന്താവുടൂ. റമദാൻ്റെ തുടക്കം വരുമ്പോൾ അർശയുടെ കീഴിൻ്റെ ഏറ്റവും നല്ല കാത്ത് കണ്ട് ഹൂറുൽ ഐനിത് ആ കാത്ത് ഇങ്ങനെ അനുഭവിക്കുകയുള്ളൂ. അങ്ങ് കേൾക്കിടാറ് എന്താണ് സംഭവം? റമദാനിൽ നോമ്പിടിച്ചെനിക്ക് താൽമാര വായുടെ വാസനയാണത്. അങ്ങനെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരാക്കണമെന്ന് ചൊന്നിട്ട് ഹൂറുൽ ഐൻ ചെല്ലാറുണ്ടെല്ലാം ഹദീസിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലഖലൂഖു ഫമി സ്വായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു നോമ്പിടിച്ചെനിക്കെത്ത ആളെ വായുടെ വാസന ഉണ്ടല്ലേ, അത് കസ്തൂരിയേക്കാൾ മഹത്വം അതുകൊണ്ട് കസ്തൂരിയാട്ടി സുഗന്ധമുണ്ടാണ് ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി. പിന്നെ നോമ്പ് മുറിക്കിടക്കെത്ത ടൈമിൽ മലായിക്കത്ത് അങ്ക് വേനായിട്ട് മാപ്പ് കേട്ടുകൊണ്ടിരിക്കാറ്. മലായിക്കത്ത് ഞങ്ങൾക്ക് വേനായിട്ട് മാപ്പ് കേൾക്കണമെങ്കിൽ ടൈമാണ് ഏത്? ഇഫ്താറിൻ്റെ ടൈം. ആ സമയത്ത് ഞാൻ കൊണ്ടിയെങ്കാവാം നിങ്ങൾ മാപ്പ് കേട്ടോണ്ടിരിക്കുമോ? അത് നിങ്ങളെ സ്വറല്ലേ, ഞാൻ ഈ സ്വറാക്കടേൻ ചൊന്നേ നാണത്തെല്ലാം അധ്വാനിച്ച് മാത്രം ഏതാണ് കിട്ടേ, അല്ല ഞാനിങ്ങനെ കൊണ്ടുവച്ചെങ്കിൽ കിട്ടാലും ഞാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിന് ഫലം കിട്ടു. ഈ ഉമ്മത്ര പ്രത്യേകതയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം പരിപാടി തന്നുകൊണ്ടുള്ളത്. അതുപോലെ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് ഈ ഉമ്മത്ത് ബാക്കിയുള്ള ഒരു നബിക്കും കൊടുക്കാത്ത പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാ. ഞാനത് ചെന്നല്ലേ റമദാനിൻ്റെ തുടക്കമാവുമ്പോൾ അള്ളാഹു റഹ്മത്തിലെ നോട്ടം നോക്കൂടാ. അള്ളാഹു ഒരാൾക്ക് റഹ്മത്തിലെ നോട്ടം നോക്കിയെങ്കിൽ ഒരിക്കലും അവൻ്റെ പിന്നെ അള്ളാഹു ശിക്ഷിക്കില്ല. അള്ളാഹു ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാവട്ടെ. അതുപോലെ റമദാൻ്റെ അവസാനത്തെ ജാവാകുമ്പോൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കൂടാണ്ട. റമദാൻ്റെ അവസാനത്തെ ജാവാകുമ്പോൾ എല്ലാ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക. അപ്പോൾ ഈ റമദാൻ്റെ മഹത്വം അത് ചൊന്ന് തീർക്കുന്നതല്ല, തീർക്കോ സാധ്യമല്ല. റമദാൻ ഫസ്റ്റ് വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെന്നിട്ട് ഇന്ന് റമദാൻ വന്നപ്പോൾ തുടക്കത്തിൽ ഷഅബാൻ്റെ ലാസ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട ഒരു പ്രസംഗം നടത്തിയിട്ട് ഇതാ നിങ്ങൾക്ക് വലിയ പവറുള്ളെങ്കെത്ത ഒരു തിങ്കൾ വന്നത്, അത് വലിയ ബർക്കത്തുള്ളെങ്കെത്ത തിങ്കളാണ്, അതിൽ 1000 തിങ്കളുടെ ആട്ടി ഹൈറായ ഒരു ജാവുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടു. അതിൽ ഒരു സുന്നത്ത് ഒരാളാക്കിയെങ്കിൽ ഒരു ഫർദാക്കിയ പോലെ, ഒരു ഫർദാക്കിയെങ്കിൽ 70 ഫർദാക്കിയ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടിട്ട് അത് സബറിൻ്റെ തിങ്കളാണ്. ഒരാൾ സബറാക്കിയാണ്ടായെങ്കിൽ സവാബുഹു വൽ ജന്ന, അവന് കിട്ടുകൊണ്ടത് സ്വർഗാണ്. വശഹറുൽ മുവാസാത്തി, അത് ആൾമാർക്ക് ഹെൽപ്പാക്കിടങ്കെത്ത ചാരിറ്റി തിങ്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ടു. വശഹറുൻ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ റിസ്ക് യാറാവുടെങ്കെത്ത തിങ്കളാണ് പരിശുദ്ധമായ റമദാൻ. അങ്ങനെ ഈ റമദാനിൽ ഒരാൾ ഒരു നോമ്പുകാരൻ്റെ നോമ്പ് മുറിപ്പാട്ടിയുണ്ടായെങ്കിൽ അവൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടു, നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാവുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. അപ്പോൾ റമദാൻ തിങ്കളിൽ ഒരു നോമ്പുകാരനായ ഒരാളെ പിടിച്ചിട്ട് നോമ്പ് തുറപ്പാട്ടിയെങ്കിൽ അവന് വലിയ മഹത്വങ്ങൾ കിട്ടു. എന്നിട്ട് സ്വന്തം വസ്തക്സിറു ഫീഹി മിൻ 4 ഖിസാൽ, 4 കാര്യങ്ങൾ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണോ. 2 കാര്യം കൊണ്ട് നിങ്ങളെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുക്കുക. ഒന്ന്, നമ്മൾ ഇപ്പോൾ സാധാരണ നിസ്കാരത്തെ പിറകെ ചെല്ലല്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്, ഇതാണ് ആദ്യം ചൊല്ലുന്ന 2 കാര്യം. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അങ്ങനെ ചെല്ലുമ്പോൾ റബ്ബ് വലിയ ഖുശിയാവും. പിന്നൊന്നു അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാഫിയകളെ, അത് നിസ്കാരത്തെ പിറകെ മാത്രമല്ല എല്ലാ സമയത്തും അത് ചെല്ലണോട്ടാണ്. പിന്നെ ചൊന്നത് അള്ളാഹുയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു
നിങ്ങൾ ആക്കണായിക്കത്തെ വേറെ രണ്ട് കാര്യമുണ്ട്. ഫതസ്അലൂന അല്ലാഹ അൽ ജന്ന, അള്ളാഹുവൊട്ടിಗೆ നിങ്ങൾ സ്വർഗം കേൾക്കണം. വതഊദൂന ബിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾ കാവൽ കേൾക്കണുണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചൊല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരാൾ സ്വർഗം ഇങ്ങനെ കേട്ടോണ്ടിരുന്നെങ്കിൽ സ്വർഗത്തിയെ ചെങ്കിയാവുന്നുണ്ട്. സ്വർഗം അള്ളാഹുള്ളൂ, നല്ല അയാൾ കേട്ടോണ്ടുണ്ടല്ലോ റബ്ബേ, നീ അയാൾ കൊടുക്കണോ. അപ്പം ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് നടത്തുന്ന ദുആത്തുകെല്ലാം അള്ളാഹു താല പ്രതിഫലം തണ്ട ഓർത്തണ്ട. അത് ഗഫ്ലത്തിൽ ചൊല്ലോ തീര, അശ്രദ്ധയ്ക്കോ തീര, ശ്രദ്ധയോടെ ചൊല്ലണോ. റമദാൻ ബറുമ്പ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ ചൊല്ലെങ്കിൽ അനൗൺസ് ആയോണ്ടിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പരിപാടി. റമദാൻ ബറുമ്പ ചൊല്ല് ഖൈർ തേടറെങ്കിൽ താൽമാരെല്ലാം ബറുണ്ടാകൽ, ഖൈർ ആർക്കെല്ലാം വേണം എല്ലാവരും ബറു. ഷർറ് തേടറെങ്കിൽ താൽമാരൊട്ടിക്ക് ചൊല്ല നിങ്ങൾ അത് നിപ്പാട്ടോറുണ്ടാണ്. ഇനി നിങ്ങൾ ഷർറാക്കണ്ട, മോശമായത് നിങ്ങൾ ആക്കണ്ടാണ്ടാണ് ചൊല്ല്. എന്തേ വന്നത് റമദാൻ തിങ്കളാണ്. ഒരു മഹത്വം ചൊല്ലു ഒരു സംഭവം. ഒരു മജൂസിയായ ആൾ, അഗ്നി ആരാധിക്കണമെങ്കിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ റാബനഹു ഫി റമദാൻ, റമദാനിൽ അയാളെ മോൻ്റെ കാണ്ട് അയാൾ അങ്ങാടിയിൽ പോയിട്ട് ഇങ്ങനെ തിന്നോണ്ടും. റമദാൻ പറയുമ്പോൾ അമുസ്ലിമീങ്ങളായ ആൾമാർ ഒരു ആദരവിക്കരുത്. അപ്പോൾ മജൂസിയായ ആൾ അയാളെ മോണാണ് തിന്നോണ്ടുള്ളത്. റമദാനിലാണ് തിന്നത്, പരസ്യമായിട്ട് തിന്നുമ്പോൾ ഇയാൾ മോൺ കടിച്ചിത്തൂണം. അടിച്ചിട്ട് കയർത്ത് മുസ്ലിമീങ്ങൾ റമദാൻ്റെ നോമ്പിലുള്ളവരല്ലേ, അങ്ങനെന്തും തിന്നോണ്ടില്ലല്ലോ റമദാൻ്റെ പകലിൽ, നീ പിന്നെ ഞങ്ങൾ എതിർ പോയിട്ട് ഇങ്ങനെ തിന്നരെന്ത് ചെയ്യണ്ടാണ്. അങ്ങനെയാണ് അയാൾ റമദാനെ ബഹുമാനിച്ചതാണ്. പിന്നെ ഈ മജൂസിയായ അയാൾ മരിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ആലിമായ ആൾ ഇയാളെ സ്വപ്നത്തിൽ കാണുമ്പോൾ അയാൾ വലിയ സുഖത്തിലാണുള്ളത്, സന്തോഷത്തിലാണുള്ളത്, അയാൾക്കൊരു ശിക്ഷ എന്തും ഇല്ല. അപ്പോൾ അയാൾ കേട്ട് അലസ്ത മജൂസിയൻ, നിങ്ങൾ മജൂസിയായ ആളല്ലേ? മറുപടി അതെ, മജൂസിയായ ആളാണ് ഞാൻ ഫസ്റ്റ്. പക്ഷേ മരിക്കുമ്പോൾ എന്തായിട്ടും ചൊന്നെങ്കിൽ ഇയാൾക്ക് ഈമാൻ കിട്ടിയിട്ട് മരിക്കുമ്പോൾ മലായിക്കത്ത് ഇങ്ങനെ വിളിച്ചു ചൊല്ലാറ് അയാളെ മജൂസിയായിട്ട് വിടുകു തീറ, അയാളെ ഇസ്ലാം കൊണ്ട് നിങ്ങൾ ആദരിക്കണു. കാരണം റമദാനിൽ അയാൾ ആദരിച്ചിട്ടല്ലേ. സംഭവം നോക്കൂ, അയാൾ അമുസ്ലിമായ ആൾ മുസ്ലിമീങ്ങളെ റമദാൻ തിങ്കളിൽ അയാളെ മോൺ തിന്നുമ്പോൾ അടിച്ചിട്ട് ആദരവാണ്, മഹത്വമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വർഗത്ത് പോകും ചെല്ലോ കാവില്ലേണ്ട. ഇയാളാക്കിയ ചിലപ്പോൾ ചെറിയ വിഷയം വിചാരിച്ചിരിക്കും. അയാൾ മരിക്കുന്ന സമയത്ത് അയാൾ എന്ത് കിട്ടിയിട്ടെന്ന് ചൊല്ലിട്ട് ഈമാൻ കിട്ടിയിട്ട്. അപ്പോൾ ഒന്നും നിസാരമാക്കുള്ളതല്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നല്ല കാര്യത്തെ ഒന്നും നീ നിസാറാക്കണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാടിയിട്ട് റമദാൻ തിങ്കളുടെ ആചരിച്ചെങ്കെട്ട അമുസ്ലിമായ ആൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിച്ചിട്ട്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറേ വിഷയങ്ങളെ കൊണ്ടായിട്ടിക്കും ഒരു മനുഷ്യനെ നല്ലതും ചീത്തയും തീരുമാനമാക്കിയെടുപ്പാൻ ചൊല്ലുന്ന ആക്കിബത്ത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം അങ്ങനെ ഉള്ളതാണ് നോക്കിയിട്ടുണ്ട് അവസാനം എങ്ങനെ. അതുകൊണ്ട് ഒരാൾ ഷാപ്പയിലൊക്കെ തീരാണ്ട് വരെ ചെന്തല്ലേ. യസീദുണ്ട്, യസീദ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊന്നെങ്കത്തെ ആളാണ് യസീദ്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്ബറത്ത് ഞാൻ നമുക്ക് പോയിട്ടിരുന്ന അവിടെ നോക്കുമ്പോൾ യസീദിനെ വെച്ചിട്ടുള്ള അസബർ നമുക്ക്. കാരണം യസീദ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹാബിയുടെ മോനാണ് യസീദ്. അധികാര ബന്ധം എന്തായിട്ടും ചെന്നെങ്കിൽ നല്ലത് ചൊല്ലുന്ന ആൾമാരെന്ത് ഇഷ്ടമല്ല. അത് പണ്ടും അങ്ങനെ ഇപ്പോൾ അങ്ങനെ എപ്പോൾ അങ്ങനെ പൈസ കൊണ്ട് ദുനിയാവുടെ ആൾമാർക്ക് എപ്പോൾ അങ്ങനെ യസീദിന്റെ നേതൃത്വത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു പുള്ളിയുടെ കൊല്ലുടെ. പക്ഷെ ആ യസീദ് വരെ ഷാപ്പയിലൊക്കെ തീരാണ്ട ലഅനത്തുല്ലാഹി അലാ യസീദ് എന്ന് ചൊല്ലുന്നുണ്ട് ഗസാലി ഇമാം ചൊല്ലു. എന്ത് ആ യസീദിന് ആക്കിബത്ത് എന്തിനെ നമുക്ക് ഒന്നില്ല. അവസാനം യസീദ് മരിക്കുമ്പോൾ അയാൾ ഈമാൻ കിട്ടിയിട്ടിരിക്കും, നല്ല ആളായിട്ട് മരിച്ചിരിക്കും. അത് ഏത് ഓർത്തായും കത്തരെ. അതേ സമയത്ത് ഫിറഔന്റെ ಬಗ್ಗೆ അങ്ങനെയല്ല, ഖുർആന്റെ നസ്സാണ്, അവൻ ഈമാൻ കിട്ടാണ്ടാണ് ചത്തുപോയില്ലേ ഇബ്ലീസ്. അങ്ങനെ അള്ളാഹു നസ്സായിട്ടൊന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ആൾമാരുള്ളതാണ്. അതല്ലാത്ത ഒരാളെ അവൻ്റെ ಬಗ್ಗೆ അങ്ങനെ ചെല്ലുകയില്ല. അപ്പോൾ ലഅനത്തിലൂടെ തീറ ഇക്കട്ട്. കാരണം ആക്കിവിട്ട് എന്തിനും കൊത്തില്ല. അവസാനം മരിക്കുന്ന സമയത്ത് എങ്ങനെ ബാങ്കിയുടെ സമയത്ത് ഒരാൾ മുണ്ടിത്തുണ്ടായെങ്കിൽ ബാങ്കാവുമ്പോൾ മുണ്ടിയെങ്കിൽ ഞങ്ങൾ പണ്ടേ പഠിച്ചത് മദ്രസത്തിൽ എന്തിരെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടില്ല, കലിമ ചൊല്ലുക ആവില്ല. എത്തല്ല തുലിസാനോ എന്തൽ മൗത്ത് 10 കിതാബിൽ ഞങ്ങൾ പഠിച്ചില്ല. ചെറുതിലേ ഞങ്ങൾക്ക് അത് പേടിപ്പാട്ടിട്ടുണ്ട് ബാങ്കിയുടെ ഗൗരവം. നാവ് ഉണ്ടാവും ചെന്ന് മരിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു കിട്ടില്ലണ്ട. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകൂ ഒരു പല്ലിൻ്റെ അകത്തുകയില്ല. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഈ നാവ് ഏതെങ്കിലും ഒരു പല്ല് തട്ട. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അയാൾ എല്ലാം പല്ല് പോയിട്ട് വെബ്സൈറ്റ് പല്ലെല്ലാം പോയിട്ട് ഈ അയാൾ പല്ല് പോയിട്ടല്ല പോവാം. അയാൾക്ക് മഹ്റജൻ ചർച്ചിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക ആവില്ലാന്ന് ചൊല്ലുന്ന കേസില്ലാണ്ട് പല്ലിന്നവനും പല്ലില്ലാത്തവനും ആരും എന്തല്ല അള്ളാഹുടെ ഹിക്മത്ത് നോക്കുക. ആ ഒരു കലിമത്ര പോരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പല്ല് തട്ടുകയില്ല. നാവേതായാലും ഇരിക്കുമല്ലോ, വായിക്കിടല്ല മരിക്കും. അതുകൊണ്ടില്ലല്ലോ പല്ലല്ല പോണ്ടേ.
പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയുള്ളൂ. ബാങ്കയുടെ സമയത്തോർത്ത മുണ്ടി കൊണ്ടിരിക്കുക ഇന്ത് യാറായിര കൊറോടി ആയിരം അങ്ങ് വേർച്ചനാക്കിയ മൈ പണ്ട് ബാങ്കാമ്പാറ് മുണ്ടി കൊണ്ടില്ല ഇന്ത് ബാങ്കാമ്പേ ഉണ്ട് ആറ് മുണ്ട് അങ്ങമേ ഉണ്ട് വലിയ വലിയ ആൾമാരെ ഉണ്ട് ബാങ്കയുടെ സമയത്ത് എത്ര വലിയ മുസീബത്ത് അയക്കാതെ ആരെയും ആർക്കും തിരിച്ചോകാവില്ല അവനോടെ തിരിച്ചുകൊണ്ടുണ്ട് ബാങ്കാവുമ്പോൾ ഓർത്ത മുണ്ടി എന്തൊരു സംസാരമായിട്ടിരിക്കും അങ്ങനത്തെ സംസാരം ഭയങ്കര ബിസിയാവുന്നുണ്ട് ബാങ്കയുടെ സമയത്ത് എന്തോ ബാങ്കയുടെ സമയത്ത് മുണ്ടിനെ അവിടെ സ്പോട്ടായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ സ്പോട്ടായിട്ട് മരിച്ചിട്ട് പോവാം വെറുത്തേക്ക് വിസിന്റെ ആക്കട മാത്രം പോലെ മനസ്സിലും ഭയങ്കര തിരക്കാണ് ബാങ്കയുടെ സമയത്ത് മുണ്ടണ്ടമേ മുണ്ടോ കേൾക്കുക അവൻ എത്ര വലിയ ആളായെങ്കാവട്ട് സ്റ്റേജിൽ പ്രസംഗിക്കാനും ബാങ്ക് അവനി പാട്ടി സ്റ്റേജിൽ വെച്ചിട്ട് അങ്ങ് മുണ്ടിക്കൊണ്ടിരിക്കണേ ബാങ്കാവുമ്പോൾ മുണ്ടിയെങ്കിൽ ഈമാൻ കിട്ടി മരിക്കുകയാവില്ല സുൽഹിമാം അടക്കം ചെന്നത് ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടില്ല ഇതെല്ലാം ജാഗ്രതാക്കുന്ന വിഷയ ഔത്തിൽ പോയിട്ട് എല്ലാ പെണ്ണുങ്ങളൊട്ടിയും മക്കളൊട്ടിയും ചില മൊബൈൽ വരെ ചില ബന്ധാക്കില്ല ടി വി വെച്ചതിലും എല്ലാക്കില്ല ബാങ്ക് ഇങ്ങനെ ആയോണ്ടിരിക്കും ഞാൻ മുണ്ടിക്കൊണ്ടിരിക്കണേ ഈമാൻ കിട്ടി മരിക്കാല കുറേ വർഷത്തിന് മുന്നിൽ നാളെ പത്രത്തിൽ വായിച്ച ഒരു സംഭവം നാളെ അല്ലാ സാറിൽ എത്തിച്ചിരുന്ന ഒരു അമുസ്ലിമത്തായ പെണ്ണ് ആ പെണ്ണെന്തിനു ചോദിച്ചു മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിച്ചിട്ടാണ് അതെങ്ങനെ അത് അയിവിടെ ചെറുതിലേ ഉള്ള എനിക്കൊരു ഹാബിറ്റ് എന്തിനെങ്കിൽ മുസ്ലിം പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോൾ അയ്മ തലക്കെല്ലാം തുണിയിട്ടിട്ട് ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ തെക്കടവാണ് ഇപ്പം മുട്ടത്തെ വിഷയമാണ് പത്രത്തിൽ വന്നത് അമുസ്ലിമത്തായ പെണ്ണ് കേരളത്തിൽ അപ്പോൾ ബാങ്ക് എടുത്തിട്ടായെങ്കിൽ ഈ എന്താക്കുന്നത് തന്നെ തലക്ക് തുണിയെല്ലാം ഇട്ടിട്ട് നാളെ ഉമ്മമാരെല്ലാം ഇട്ടുകൊണ്ട് തലക്ക് തുണിയില്ലാണ്ട് തുണിയിട്ട് ഗൗരവത അതവാണ് ആ അതവും അയ്യാവർക്ക് സ്വർഗത്തിൽ പോകണു ആത്മാർത്ഥത ഉണ്ടുണ്ടായെങ്കിൽ അപ്പോൾ ഈ അമുസ്ലിമത്തായ പെണ്ണ് തലക്ക് തുണിയിട്ടിട്ട് ഇങ്ങനെ ഉണ്ടതെക്കടെ ഇത് കാരണമായിട്ട് മരിക്കുമ്പോൾ അയ്മത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുകയിട്ട് ജന്മന മുസ്ലിമായ എനിക്കെത്താളും ബാങ്കാകുമ്പോൾ മുണ്ടിട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക ആവില്ല എന്ന് ചൊല്ലുന്ന ഇതിലായിട്ട് വലിയ ദുരന്തന്തരെ അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം ഞങ്ങൾ വലിയ വലിയ ആൾമാർ അങ്ങനത്തെ ആൾമാർ ഞാൻ ഇതാക്കില്ല ചൊന്നിട്ട് കാര്യമില്ല. ചെറിയൊരു വിഷയം കൊണ്ടായിട്ട് മരിക്കുമ്പോൾ ഈമാൻ കിട്ടാണ്ടാവൂടെ നഊദുബില്ലാ. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ, അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഒരു അമൽ ഞാൻ ചെല്ലുണ്ട് റമദാൻ 30 നാൾ സുബൈ മഗ്രിബും ഒന്നുള്ളതാക്കി തീർക്കുന്ന സിമ്പിൾ വിഷയമാണ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതിനായിട്ട് ഇന്നലെ ചൊല്ലുക മറന്ന് ഞങ്ങൾ എപ്പോഴും ചൊല്ലെനിക്കെത്ത ദിക്റുന്ന അത് 313 വട്ടം അല്ലെങ്കിൽ 113 വട്ടം ചെല്ലാം. ഞങ്ങളുടെ ഈ ക്ലാസ് കൊണ്ട് എല്ലാ ആൾമാർ എപ്പോൾ മഗ്രിബും ഒന്നോട്ടൊന്ന് തീർക്കാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു ഡെയിലി ഓർമ്മ ഞാൻ ചെന്നില്ല നെനപ്പാക്കണം. മഗ്രിബും ഒന്നോളും അത് ചൊന്നിട്ട് തീർക്കണു. നല്ല ദുനിയാവും രക്ഷപ്പെടണു, ആഖിറവും രക്ഷപ്പെടണു. ഇപ്പോൾ ഞാൻ ഈ ചൊന്ന ദിക്റുണ്ടല്ലേ ഇത് 4 ചെല്ലണ്ട, ഒന്ന് ചെന്നമയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിന്റെ ಬಗ್ಗೆ ചൊന്നത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള കലിമത്തേതിന് കേട്ടെങ്കിൽ ഈ നാളാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പവറുള്ള എനിക്കത്തെ വേറെ കലിമത്തില്ല. ഒന്നിത് ഇതിന്റെ ಬಗ್ಗೆ ചെന്നത് ഖിറാസുൽ ജന്ന സ്വർഗത്തെ കൃഷിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിപാടി ഇസ്രാ മിഅ്റാജിലെ ജാവു ബൈത്തുൽ മഅമൂറിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ നിങ്ങളെ ഉമ്മത്തിന് എൻ്റെ സലാം ചൊല്ലണമെന്ന് ചൊല്ല്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലു സ്വർഗം ചെന്നെങ്കിൽ നല്ല മണ്ണാണ്, അവിടെല്ലാം കൃഷിയാക്കട്ടെ നിങ്ങൾ ഉമ്മത്തിന് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത് ഖിറാസുൽ ജന്ന സ്വർഗത്തിൽ എങ്ങനെ കൃഷിയാക്കട്ടെ. അത് ഇതാണ് ഈ കൃഷി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് 4 സ്വർഗത്തെ കൃഷിയാണ്. അപ്പോൾ ഇന്നലത്തത് സുബ്ഹാനല്ലാഹ്, ഇന്നത്തത് അൽഹംദുലില്ലാഹ്. ഇത് രണ്ടും 313 അല്ലെങ്കിൽ 113 മഗ്രിബ് മുന്നോട്ട് ചെന്ന് തീർക്കാം. അള്ളാഹുവിൻ്റെ ദുആക്ക് അത് കഴിഞ്ഞിട്ട് ഇത് കാരണമായി എൻ്റെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണു. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ നീ പെടുത്തിത്തരണം റഹ്മാനെ. ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന മുഴുവൻ മോമിനീങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. മരിക്കുന്നത് വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഈമാനോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന് നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. ഉപകാരമുള്ള ഇൽമു ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ ഉന്നതങ്ങളിൽ എത്തിക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിർത്തണേ റഹ്മാനെ.
ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഈ സദസ്സിൽ വന്നവർ, ഞങ്ങൾക്കെല്ലാം നീ വലിയ ഖൈറും ബർക്കത്തും ഇസ്സത്ത് നൽകണം റഹ്മാനെ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. കടങ്ങൾ വിട്ടാനുള്ള വഴികൾ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നമുക്ക് വേണ്ടതെല്ലാം റബ്ബാകുന്ന നീ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ആകാശഭൂമികളിൽ നിന്ന് നിന്റെ ബർക്കാത്തുകൾ ഞങ്ങൾക്ക് തുറന്നു നൽകണം റഹ്മാനെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് റഹ്മാനെ. ദുആ ഇജാബത്തുള്ള സമയങ്ങളിൽ ഞങ്ങളെ ഈ സമയത്ത് നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരവ് നൽകണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.